ഫ്ലാറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഒന്ന് കഥ പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇവരാൾക്ക് പരിചയമുണ്ട്, പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാളെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അയാൾക്കെതിരെ ഇതെടുത്തു. എന്താണ് സമീർ പറയുന്നത്, ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഉപയോഗം? ഇല്ല, സമീറിന് അതിൽ അറിവില്ലെന്ന് നമ്മൾ മനസ്സിലായത്. നിലവിൽ ഈ സമീറിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട എന്ത് ചെയ്യപ്പെടുന്നുള്ള കാരണം? അല്ല, അത് സമീറാണ് എന്ത് ചെയ്ത് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു ക്രൈം അവിടെ നടക്കാൻ ആൾ അനുവദിക്കാൻ പാടില്ല NDPS നിയമപ്രകാരം. നമ്മൾ എന്ത് ചെയ്തു, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുത്തത്. സമീർ അന്നേ ദിവസം ഫ്ലാറ്റിൽ എത്തിയിരുന്നത് ആൾ രാവിലെ വന്നിട്ട് വൈകിട്ട് പോയിരുന്നു. അവിടെ വൈകിട്ട് ആരുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ഒരു മൂന്നാം പ്രതി ഇവിടെ താമസിക്കുന്നുണ്ട് 2-3 ദിവസമായിട്ട്, അഷ്റഫ്. അയാൾ അടുത്ത പടം ചെയ്യാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഇവർ ചെയ്ത് കൊടുക്കുന്നത്. ഇവരൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലാണ് ഈ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്. ഈ സമീർ ഏതെങ്കിലും ഘട്ടത്തിൽ ലഹരി ഉപയോഗിച്ചോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് ഇല്ലില്ല. സാർ, ഇത്തരത്തിൽ ഈ ഫ്ലാറ്റ് നിരന്തരം ഇങ്ങനെ ലഹരി ഉപയോഗത്തിന് ഉപയോഗിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തലുണ്ടോ? ഇല്ല, നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് കഞ്ചാവാണ് കിട്ടിയത്. ഇനി നിലവിലെ ഇപ്പോൾ വിളിച്ചു വരുത്തി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയാണെന്ന് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മൊഴി പ്രകാരം അദ്ദേഹത്തിൻ്റെ അറിവോടെ അല്ല എന്നാണ്. അദ്ദേഹത്തിന് അറിവില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അതെ 25 പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, അയാളെ അറസ്റ്റ് ചെയ്തു, ജാമ്യം കൊടുത്ത് പറഞ്ഞയച്ചു. ഇനി തുടരന്വേഷണം ഉണ്ട്. ഇനിയും നമ്മൾ 5ാമത്തെ ആളെ പിടിക്കാണ്ട്, നമുക്ക് ഇത് കൊണ്ടുകൊടുത്ത ആളെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യും. ലീഡുണ്ടോ നിലവിൽ? ഉണ്ട്, അയാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊച്ചി സ്വദേശി അങ്ങനെ എന്താണ്? അയാൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഇവിടുത്തുകാരനല്ല. ആൾ ഇവിടെ താമസിക്കുന്നുണ്ട്, കാക്കനാട്. ഈ ഷാലിഫാണ് ഇവരിലേക്ക് ലഹരി റൂമിലേക്ക് എത്തിച്ചത്. എന്താണ്? ഷാലിഫാണ് വാങ്ങിയത് പോയിട്ട് ആരെയെന്ന്, ഈ 5ാമത്തെ ആളെയാണ്. നമുക്ക് അയാളെ അഡ്രസ്സ് ഇനി എടുക്കണം, കിട്ടും. അതാരൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇല്ല, അത് പലരും വരാറുണ്ടെന്ന് പറഞ്ഞേ ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ സ്റ്റോറിയൊക്കെ. ഇല്ല, അവരുപയോഗിച്ചതായിട്ട് നമുക്കൊരു തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, അതിലെന്തെങ്കിലും ഈ മൊഴികളിൽ എന്തെങ്കിലും പൊരുത്തക്കെട്ടിലും അത് വിളിച്ചു വരുത്തുള്ളൂ. ഈ 2 സംവിധായകരും ഈ ലഹരി ഉപയോഗിക്കുന്ന കാര്യം ഈ സംയുക്ത അറിയാമായിരുന്നു? ഇല്ല, ആൾക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല. യുവസംവിധായകർ പ്രതികളായ ലഹരി കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിർ അറസ്റ്റിലായിരുന്നു. തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അതിനുശേഷമുള്ള പ്രതികരണമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ് കണ്ടത്. ശരൺ SS ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരൺ, എന്താണ് ഇതിൽ സമീർ താഹിറിന്റെ ഒരു മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? നേരത്തെ 2 സംവിധായകർ, അതായത് ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസ, 2 പേരുമാണ് അറസ്റ്റിലായിരുന്നത്. ഈ സംവിധായകനും ഒപ്പം തന്നെ സുഹൃത്തുമാണ് അറസ്റ്റിലായിരുന്നത്. ഈ 3 പേരും കഞ്ചാവ്, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് പിടിയിലായിരുന്നത്. അത് ഈ സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് പിടിയിലായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീർ താഹിറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ സമീർ താഹിർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് കൊച്ചി ഓഫീസിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പിന്നീട് ഒരു 2 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ സമീർ താഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും എക്സൈസ് പറയുന്നത് NDPS ആക്ട് 25 പ്രകാരമാണ് സമീർ താഹിറിനെ പ്രതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇയാൾ വാടകയ്ക്ക് എടുത്തിരുന്ന ഫ്ലാറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ അറിവോട് കൂടിയാണോ ഈ ഫ്ലാറ്റിൽ ലഹരി ഉപയോഗം എന്നുള്ള സംബന്ധിച്ചാണ് എക്സൈസ് പരിശോധിച്ചത്. പക്ഷേ സമീർ താഹിർ അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല. അതായത് തൻ്റെ അറിവോട് കൂടിയല്ല ഈ ലഹരി ഉപയോഗം നടന്നത്, 2 സംവിധായകർ അവിടേക്ക് ലഹരി എത്തിച്ചതെന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ അറിവില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഫ്ലാറ്റ് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ പ്രതി ചേർക്കാൻ കഴിയും. അതായത് ഫ്ലാറ്റ് വിട്ടുകൊടുത്ത ആൾ ആരാണോ അയാളെ പ്രതി ചേർക്കാൻ കഴിയും. അത് പ്രകാരമാണ് NDPS 25 പ്രകാരം, NDPS ആക്ടിലെ സെക്ഷൻ 25 പ്രകാരമാണ് ഇപ്പോൾ സമീർ താഹിറിനെ പ്രതി ചേർക്കുകയും സമീർ താഹിറിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ തന്നെ, അതായത് സമീപകാലത്തായി നിരവധി സിനിമാ മേഖലയിൽ നിന്ന് പലരും ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അവിടെ ലഹരി ഉപയോഗിച്ച സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എക്സൈസ്. വ്യക്തമാണ്. ശരൺ SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.